ഇനി നമുക്കൊരു പരിപ്പ് പായസം വെക്കാട്ടാ. അത് നമുക്ക് ഒറിജിനലായിട്ട് നമുക്കത് പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് അടുപ്പത്താണ്, ഉരുളിയിലുമാണ്. അപ്പോൾ ഈ അടുപ്പത്ത് ഉരുളിയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പ് പായസം അങ്ങനെ വെക്കുമ്പോൾ. കുക്കറിലൊന്നല്ല, നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. പായസം വെക്കണ പരിപ്പാണ്, ചെറുപയർ പരിപ്പ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 10-25 ഗ്ലാസ്സോളം നമുക്കിത് ഉണ്ടാവും. 25-30 ഗ്ലാസിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുക ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ ഉരുളിയിൽ നമുക്കിത് കഴുകണാട്ടി മുന്നേ വറുത്തെടുക്കണം. കഴുകരുത്, കഴുകാതെ തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് വറവാവണം. ചെറിയൊരു കളറൊക്കെ മാറുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ നമുക്കിത് വറവാവില്ല. വറുത്തിട്ട് നമുക്കിത് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ 1 കിലോ വാങ്ങി വെക്കുമ്പോൾ 4 ഗ്ലാസ് പരിപ്പാണ് ഉണ്ടായത്. ഇതേപോലെ ഇങ്ങനത്തെ ഗ്ലാസ്സിന് 4 ഗ്ലാസ് പരിപ്പുണ്ടായി. അത് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നമുക്കത് നന്നായി കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്കത് വേവിക്കണം. വെള്ളത്തിട്ട് കുതിർത്തൊന്നും വേണ്ട, നമുക്കത് കഴുകിയെടുത്താൽ മതി. നമുക്ക് ആ ഉരുളിയിൽ തന്നെ കുറച്ച് വെള്ളം, ഒരു 4 ജഗോ 3 ജഗോ വെള്ളം വെച്ചിട്ട് നമുക്കതൊന്ന് വെള്ളം ഒന്ന് നല്ലോണം ചൂടായി വരും. ഒന്ന് തിളക്കണ രീതി ആവുമ്പോൾ നമുക്കത് ഈ പരിപ്പൊക്കെ കഴുകിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ നമുക്കത് വെച്ചാൽ പെട്ടെന്നാവും, എന്നാലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ പരിപ്പ് കുക്കറിൽ അടിച്ചാൽ കട്ടൊക്കെ പിടിക്കും. ഇതിൽ വേവിക്കുമ്പോൾ കട്ട ഉണ്ടാവില്ല. ഇനി നമുക്ക് അതിലേക്ക് 6 തേങ്ങയാണ് എടുത്തേക്കണം. 6 തേങ്ങയുടെ 1-ാം പാലും എടുക്കണം, 2-ാം പാലും എടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നമുക്കിത് വെള്ളമൊക്കെ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നമുക്ക് കുറച്ച് വേവാൻ കുറച്ച് താമസമുണ്ട് അടുപ്പത്താവുമ്പോൾ കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവും, എന്നാലും നമുക്കത് കട്ടയൊക്കെ ഉണ്ടാവും. ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എത്ര നമുക്ക് വെള്ളം കുറച്ച് വെച്ചാലും കൂടുതൽ വെച്ചാലും എന്തായാലും കട്ട ഉണ്ടാവും കുക്കറിലാവുമ്പോൾ. അപ്പം ഇനി അടുപ്പില്ല ഉരുളിയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ കുക്കറിൽ വെക്കും ചെയ്യുക. ഇതൊക്കെ നമുക്ക് നാടൻ സദ്യയിലേക്കൊക്കെ നമുക്ക് എന്തായാലും ഇത് പരിപ്പ് പായസം ഉണ്ടാവുമല്ലോ, ആ ഒരു പായസമാണിത്. വെപ്പേരൊക്കെ വെക്കണം അതേ ഒരു ടേസ്റ്റിലും രുചിയിലുമാണ് നമുക്ക് ഈ പായസം വെക്കുന്നത്. നമ്മുടെ പരിപ്പൂടെ അടുപ്പത്തുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയുടെ 2-ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറച്ച് കുറുകി വന്നാൽ വേവായാലും നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 6 തേങ്ങ എടുത്ത കാരണം കൊണ്ട് 2-ാം പാലും 1-ാം പാലും തോനുണ്ട് കേട്ടോ. ഇനി കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഈ തേങ്ങാപ്പാൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 കിലോ ശർക്കര, 1 കിലോ പരിപ്പിലേക്ക് ഒരു 1.5 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. എന്നാലാണ് മധുരം ഉണ്ടാവുള്ളൂ. പരിപ്പ് പായസമാകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. നമുക്ക് അത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളറുള്ള ശർക്കര കിട്ടുക വെച്ചാൽ നിങ്ങൾക്ക് അത് എടുത്താൽ മതി. എന്നാൽ പായസത്തിന് ഒന്നും കൂടി ഒരു കളർ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് അത്ര കറുപ്പായിട്ടില്ല ഈ ശർക്കര, ഒന്നും കൂടി ഒരു ഡാർക്ക് കളറിൽ എടുത്താൽ മതി. നമുക്ക് അത് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ 2-ാം പാൽ ഒഴിച്ചിട്ട് പരിപ്പൊന്ന് ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറുകിയിട്ടൊന്നുമില്ല. പരിപ്പ് വെന്താലാണ് ശർക്കര പാനി ഒഴിക്കാൻ പാടുള്ളൂ. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വേവില്ല. പരിപ്പ് നല്ലോണം വേവണം, അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ കടിക്കുള്ളൂ. കടിക്കാത്ത രീതിയിൽ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടണം. പരിപ്പ് വെന്താലാണ് നമുക്ക് ഈ പായസത്തിനും ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഈ 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഈ ശർക്കര പാനി അരിച്ചൊഴിക്കണം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് അരിച്ചൊഴിക്കണം. പരിപ്പ് നല്ലോണം വെന്തുണ്ട്, ഇതേപോലെ വേവണം. വെന്താലാണ് നമുക്കത് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ. 1.5 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കിലോ എടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മധുരവും കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഞാൻ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായി കുറുകി വരണം. അപ്പം അടുപ്പത്താവുക കാരണം നമുക്കിത് മനസ്സറിഞ്ഞ് കത്തിച്ചിട്ടിത് വറ്റിച്ചെടുക്കാം. വിറകടുപ്പിലാവുക കാരണം കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, ഉരുളിയിലുമാണ്. അപ്പം ഇനി ഇത്രയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പരിപ്പ് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. ഒരു ഉരുളിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായ, ഒരു കഷ്ണം ചുക്ക്, കുറച്ച് ജീരകവും കൂടി പൊടിച്ചിട്ടുണ്ട്, പഞ്ചസാരയും കൂടിയിട്ട് അത് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് ചൂടായാൽ മതി, തിളക്കൊന്നും ചെയ്യരുത്.
നമുക്ക് അധികം താമസമൊന്നുമില്ല. അടുപ്പത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും. ഇത് പരിപ്പ് വേവാനൊന്നൊരു താമസമൊന്നുമില്ല, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽക്കൊന്ന് വറവിട്ട് കൊടുക്കണം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസത്തിന്. ഒന്ന് കടിക്കുമ്പോൾ പരിപ്പൊക്കെ നല്ല വെന്തതാണല്ലോ, അപ്പോൾ അതിലൊന്നും കടിക്കാനില്ല. പിന്നെ പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് മൂത്താൽ കുറച്ച് അണ്ടി മുന്തിരി അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബർത്ത്ഡേക്ക് മോൻ്റെ കൂട്ടർ ബർത്ത്ഡേ ഉണ്ടായി, അതിന് വേണ്ടിയിട്ട് നമ്മളിത് പായസം വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.